പ്ലാന്റ് സോഴ്സും അല്ല ആനിമൽ സോഴ്സും അല്ല, അങ്ങനെയുള്ള ഒരു ഫുഡ്. അതാണ് നമുക്ക് മഷ്റൂമിനെ കുറിച്ച് പറയാനുള്ളത്. മഷ്റൂം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ശരിക്കും ഫംഗൈയുടെ ഫ്രൂട്ടിംഗ് ബോഡീനെയാണ് നമ്മൾ മഷ്റൂം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് വെള്ള കളറിലുള്ള ഈ ബട്ടൺ മഷ്റൂമാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാറുള്ളത്. ഇതിന് വെള്ള കളറാണ് സാധാരണയായിട്ട് ഇതിന് കാണുന്നത്. ഇതിൻ്റെ ന്യൂട്രീഷണൽ ആയിട്ടുള്ള പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഇതിന് എനർജി അത്രയ്ക്ക് അധികമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും വെയിറ്റ് കൂടുതലുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്രോട്ടീനും ഫൈബറും ഒരു 3 ഗ്രാം വരെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ നല്ലൊരു സോഴ്സാണ്. അതുപോലെ വൈറ്റമിൻ D2, അത് നമുക്ക് സാധാരണ ഭക്ഷണത്തിലൂടെ അവൈലബിൾ അല്ലാത്ത വൈറ്റമിൻ D2ൻ്റെയും നല്ലൊരു സോഴ്സാണ് ഈ മഷ്റൂം എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല ഇതിനൊരു ന്യൂട്രാസ്യൂട്ടിക്കൽ എഫക്റ്റ് കൂടിയുണ്ട്. ന്യൂട്രാസ്യൂട്ടിക്കൽ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണയായിട്ട് അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടാവും, ഫാറ്റ് ഉണ്ടാവും, അതുപോലെ വൈറ്റമിൻസ് ഒക്കെ ഉണ്ടാവും. ഇനി മെഡിസിൻസ് കഴിക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ന്യൂട്രീഷണൽ ബെനിഫിറ്റ് കിട്ടില്ല. അതായത് പ്രോട്ടീനോ എനർജിയോ ഒന്നും നമുക്ക് കിട്ടില്ല. അതേസമയം നമ്മുടെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഒരു ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഇത് ഫുഡും ആണ്, അറ്റ് ദ സെയിം ടൈം ഒരു മെഡിസിനൽ എഫക്റ്റും കൂടി ഉള്ളതിനെയാണ് നമ്മൾ സാധാരണ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ മഷ്റൂം ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ എഫക്റ്റ് ഉള്ള ഒരു ഭക്ഷണമാണ്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ ഉപയോഗം കുറവായിട്ടാണ് കണ്ടിരിക്കുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാൻ കുറച്ചും കൂടി ഇഷ്ടമാണെന്ന് തോന്നുന്നു. വളരെ എളുപ്പത്തിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്കൊരു മഷ്റൂം ഫ്രൈ എന്നോ പറയാവുന്ന, അല്ലെങ്കിൽ ഒരു ഗ്രേവി ടൈപ്പ് നമുക്ക് ഇവിടെ റെഡിയാക്കാം. സാധാരണ രീതിയിൽ ഇത് എങ്ങനെയാണ് വൃത്തിയാക്കുക എന്നൊരു ഡൗട്ട് എല്ലാവർക്കും കാണും. നമ്മളിതിൻ്റെ തിയറി പ്രകാരം പറയുന്നത്, ഇതിൻ്റെ ഈ സ്റ്റോക്ക് ഒന്ന് ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്ത് കാണുന്ന ആ ഒരു സ്കിൻ ഇങ്ങനെ റിമൂവ് ചെയ്തെടുത്താലാണ് അത് കുറച്ചും കൂടി വൃത്തിയാവാന്നാണ് പറയുന്നത്. അപ്പം അത് കുറച്ചൊരു ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും അങ്ങനെയാണ് ശരിക്കും അത് വൃത്തിയാക്കി എടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇത് വെള്ളത്തിലൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇത് റിമൂവ് ചെയ്തതിന് ശേഷം വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. അധിക നേരം പക്ഷേ ഇത് വെള്ളത്തിലിടരുത്, കാരണം ഇത് വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് ആകെ വീർത്തു പോകും. അപ്പം അതിന് വേണ്ടി നിൽക്കരുത്. കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് ഒന്ന് നന്നായി കഴുകിയെടുക്കുക. ആ സ്റ്റോക്കും നമുക്ക് ഉപയോഗിക്കാം. അതും നന്നായി കഴുകിയതിന് ശേഷം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാൻ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം നമ്മളിതേ കുക്കിംഗ് ഓയിൽ, കോക്കനട്ട് ഓയിലാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറ്, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് ഫ്രൈ ആയി വരുന്നതിനോട് കൂടി തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം. അതൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. സ്വല്പം ഉപ്പ് തുടക്കത്തിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായി ഫ്രൈ ആയി കിട്ടും. സ്വല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരുവിധം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നന്നായി മൊരിഞ്ഞതിന് ശേഷം, മൊരിഞ്ഞതോട് കൂടി തന്നെ മിളകിനായിട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ടീസ്പൂൺ മതിയാവും. ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ചതച്ച മിളക് ആഡ് ചെയ്ത് കൊടുത്തു.
അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ചെറിയ ഒരു 1/2 ടീസ്പൂൺ ആയാലും മതി. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ആയി. അതിന് ശേഷം നമുക്ക് ആ ടൊമാറ്റോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ സ്വല്പം ഉപ്പ് ചേർത്തിരുന്നു. ഒരു സ്വല്പം കൂടി ഒന്ന് ഉപ്പ് ചേർക്കേണ്ടി വരും. മഷ്റൂമിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരുവിധം തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് തോന്നണമെങ്കിൽ നമ്മുടെ കസൂർ മേത്തി നന്നായി ഒന്ന് കയ്യിൽ തിരുമ്പി പൊടിച്ചിട്ട് കുറച്ച് അതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കസൂർ മേത്തി ഇല്ലെങ്കിൽ ഒറിഗാനോ അതും അല്ലെങ്കിൽ നമ്മുടെ കറിവേപ്പില ആയാലും മതി. ഇനി അടുത്തത് ജീരകത്തിൻ്റെ പൊടി, അതും ഒരു സ്വല്പം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടും. ഇതിൽ കാഷ്യൂ അരച്ച് ചേർക്കുക, അതല്ലെങ്കിൽ നാളികേരപ്പാലോ വേണമെങ്കിൽ ചേർക്കാം. അപ്പോഴും കുറച്ചും കൂടി ആ ഗ്രേവി കുറച്ചും കൂടി തിക്നെസ് കിട്ടാനായിട്ട് നല്ലതാണ്.